എന്തിട്ട് പനിയൊന്നുമില്ല. 2 ദിവസം ഇവിടെ ഒരുപാടൊന്നുമില്ല. നോ പ്രോബ്ലം. വേഗം പോയിട്ട് പരീക്ഷ എഴുതുക. മുടുക്കണം. നമസ്കാരം. അപ്പോഴേ നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോഴേ എൻഗേജ്മെന്റ് വീഡിയോ കഴിഞ്ഞു. അത് കാണാനാണ് ഇപ്പൊ എല്ലാവരും. എൻഗേജ്മെന്റ് വീഡിയോന്റെ കുറച്ച് വീഡിയോസ് കിട്ടാനുണ്ട്. അത് ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ എടുത്തത്. കിട്ടിയതിനു ശേഷം എന്തായാലും അപ്ഡേറ്റ് ആക്കും. അടുത്ത വീഡിയോ ഇതാക്കാനല്ലേ, നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ വീട്ടിലെ കുഞ്ഞു വിശേഷം എടുക്കാം. കുട്ടികൾക്ക് എക്സാം ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, മകളുടെ വീട്ടിലേക്ക് പോകുന്നു, മാറി അങ്ങോട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എക്സാമുള്ള ദിവസം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്. പഠിച്ചോളെ സിംഹത്തിന്റെ മടയിലാണ് തല വെച്ചിരിക്കണമെന്ന് അസുഖം അറിയില്ലല്ലോ. അടുത്ത ഇരനെ കിട്ടിക്കണേ. കുറച്ച് കാലമല്ലേ നിങ്ങൾ പഠിപ്പിച്ചിട്ട്? കുറച്ച് കൂടുതൽ. അനിയന്മാരെ ഫുള്ള് പഠിപ്പിക്കണ സ്റ്റോറി എപ്പോഴും പറയും കേട്ടോ. പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞ അപ്പൊ ഷെഫി പറയും അസുവിന് പഠിപ്പിക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ അസുഖം അറിയില്ലല്ലോ. ഇപ്പൊ അസു പപ്പത്തൊന്ന് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞു വന്നിക്കാ. സിംഹത്തിന്റെ ഗുഹലാണ് തല വെച്ച് കൊടുത്തിരിക്കണ സിട്ട് കൊടുക്കണ. എക്സാം ഉണ്ട്, ലാസ്റ്റ് പ്രിപ്പറേഷൻ ആണ്. പരിപാടി അവിടെ വീട്ടിലാണെങ്കിൽ ഷാജി പോയിട്ടില്ല കേട്ടോ. ഷാജി വീട്ടിലുണ്ട്. എല്ലാവരും കൂടി ട്രിപ്പ്. ഷെഫി പോയിട്ടോ. ഷെഫി എന്നാ പോയിരിക്ക? ഞായറാഴ്ച നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. 5-ാം തീയതി നമ്മൾ പ്രോഗ്രാം 1-നായിരുന്നു അല്ലേ? 1-ാം തീയതി നമ്മുടെ പരിപാടി. തേഴ്സ്ഡേ നൈറ്റ് അവര് പോയിട്ടോ. ഷാജി 2-3 ദിവസം കൂടി ഉണ്ടാവും അല്ലെ? 12th വരെ ഉണ്ടാവും. ഇക്കാർക്ക് പിന്നെ 45 days ലീവ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി പരിപാടികളുണ്ട്. മറ്റേ കടകളിലൊക്കെ ട്രിപ്പുകൾ പോകണം, അങ്ങനെയൊക്കെ ഉണ്ട്. കുഞ്ഞുമോളും എല്ലാവരും ഓരോ പ്ലാനുമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കുട്ടികളുടെ എക്സാം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടേ. എക്സാം ഈ ആഴ്ച കഴിയുന്നുണ്ടോ? പിന്നെ പരിപാടി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഫ്രീ ആയിട്ടില്ല. അന്ന് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇടാം. പിന്നെ അത് കഴിഞ്ഞാൽ ആരും ഫ്രീ ആയില്ല. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ജലദോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും കുറച്ച് തിരക്കായി പോയി. എക്സാം കഴിഞ്ഞ് സ്കൂൾ വിട്ട് 10 ദിവസം ഉണ്ടല്ലോ. ആ 10 ദിവസത്തില് അപ്പോഴാണ് ഞങ്ങൾ കുറച്ച് യാത്രകളൊക്കെ പോകാൻ. പിന്നെ ഓണുണ്ട്. ഓണാണ് ഇനി അടുത്ത് തന്നെ. ഇക്ക ഓണത്തിനോട് ഉണ്ടായിട്ട് കൊറേ കാലായി അല്ലേ? കൊറേ കാലായിട്ടല്ലേ ഓണത്തിന്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഓണം സെലിബ്രേഷൻ എല്ലാവരും കൂടി വെക്കേഷനുള്ള ടൈമാണ്. എല്ലാവരും കൂടി ഒത്തുകൂടുന്ന സമയമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആഘോഷമാണല്ലോ നമുക്ക് ഓണത്തിനുള്ളത്. അല്ലാതെ നമുക്ക് വേറെ ഓണാഘോഷങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം എല്ലാവരും ഒത്തുകൂടുന്ന കുറച്ച് വീഡിയോസ് വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. ഫുൾ ഫാമിലി. ഇവിടെ പട്ടാമ്പിൽ ഞങ്ങൾ എവിടെയും പോയിട്ടില്ല. ഇവിടെ വാപ്പാനും പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടോ. പക്ഷെ നമ്മള് ഷൈത്താന്റെ യാമിക്കുട്ടിനെ ഒക്കെ കണ്ടിട്ടില്ല. പിന്നെ ബാക്കിയുള്ള അളിയന്മാരടുത്ത് ആരടുത്തും പോയിട്ടില്ല അല്ലെ? എൻഗേജ്മെന്റ് തിരക്ക് കഴിഞ്ഞ് എക്സാമിന്റെ തിരക്കായി. ഇനി ഞങ്ങൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എല്ലായിടത്തും വിസിറ്റ് ചെയ്യണം. കുട്ടിനെ കുട്ടാപ്പിനൊക്കെ കാണണം. അങ്ങനെ കുറെ കാര്യം കണ്ടില്ല. അപ്പൊ അങ്ങനെ കുറെ ഇനി ഓണത്തിന് എന്തായാലും വിചാരിച്ച് എല്ലാരും ഇങ്ങോട്ട് വിളിക്കാം. ഒരു ഓണസദ്യ ഒക്കെ സെറ്റപ്പ് ആക്കാന്നല്ലേ? എല്ലാരും കൂടി ഒത്തുകൂടലുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നിൽക്കാനുണ്ട്. അതിന് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഓണസദ്യ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇനിയും പാത്രങ്ങളൊക്കെ വേണ്ടത്. കാരണം ഞങ്ങൾ അത്രമാത്രം പാത്രങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അത്യാവശ്യം ഞങ്ങൾക്ക് കുഞ്ഞു കുക്കിംഗ് അല്ല അങ്ങനെ. പിന്നെ കാണിച്ച് പഠിച്ചാൽ ഓണത്തിന് ഇനിയിപ്പോ എല്ലാരും വിളിക്കുമ്പോ സദ്യ ഉണ്ടാക്കണ്ടേ? ഓണസദ്യ. അപ്പൊ അത്യാവശ്യം പാത്രങ്ങളൊക്കെ വേണമെന്ന് പറയുന്നത്. ഫാമിലി ഗെറ്റ് ടുഗദർ ആകുമ്പോൾ എന്തായാലും ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ നിലവിലുള്ള നമ്മൾക്ക് യൂസ് ചെയ്യാനുള്ള പാത്രങ്ങൾ. പിന്നെ കിച്ചണിലേക്കുള്ള ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ എന്താ അങ്ങനെ ഒരു ഷോപ്പിങ്ങിനും കൂടി പോകണം കേട്ടോ ഞങ്ങൾക്ക്. കിച്ചണിന്റെ മാത്രം ആവശ്യം എനിക്ക് ഇന്നലെ ഓഫീസ് കാണിച്ചിട്ടുണ്ട്. പ്രസ്റ്റീജിന്റെ അടിപൊളി ഓഫീസ്. അപ്പൊ ഇന്നലെ അത് പേപ്പറിന്റെ കൂടെ നമുക്ക് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോഴേ ഇക്ക പറഞ്ഞിട്ട് അടുത്ത് മറ്റേ കുറച്ച് സാധനങ്ങൾ നമുക്ക് പ്രസ്റ്റീജിന്ന് കിട്ടും നീ പറഞ്ഞ പാത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടോ. നല്ല നല്ല ഓണം ഓഫേഴ്സ്. ഇപ്പൊ ഒരുവിധം എല്ലായിടത്തും ഓണം ഓഫേഴ്സിന്റെ ടൈമാണല്ലോ. ഈ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ നല്ല സുഖമല്ലേ? എല്ലാ അത് നമ്മുടെ ഇത് ഈ ഷോപ്പുള്ളത് എവിടെയായിരുന്നു? പാലക്കാടുള്ളത് പ്രസ്റ്റീജിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ആട്ടോ. അവിടെ ഉള്ള അത്ര ഓഫർ വേറെ എവിടെ ഉണ്ടാവില്ല പ്രസ്റ്റീജിന്റെ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് പോലെ
ഇന്നപ്പോ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് നല്ല ഓഫേഴ്സ് ഉണ്ടെന്ന് കണ്ടു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയൊക്കെയാണ് അതിന്റെ നമുക്ക് ഇവരെ വിളിച്ചാലോ? ഉണ്ണിമാനൂടി ഒരു വൈബ് യാത്ര ഒറ്റക്കൊണ്ടേക്കാളും. അപ്പൊ നമുക്ക് ഞങ്ങൾ എന്തായാലും റെഡി ആയിട്ട് ഇനി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞൊന്ന് കുളിച്ച് റെഡി ആയിട്ട് നമുക്ക് പ്ലസ് അങ്ങോട്ട് പോവാം കേട്ടോ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ എത്തിയിരിക്കണം. സ്പൂണോടെ നമ്മളിപ്പോ പോണതേ പാലക്കാട് ജില്ലയിലെ പ്രസ്റ്റീജ് കമ്പനിയുടെ ഏക എക്സ്ക്ലൂസീവ് ഷോറൂമിലാണ് കേട്ടോ. ഞാനെന്താ ഇവിടെ പോണെന്ന് വെച്ചാലേ പ്രസ്റ്റീജിന്റെ മറ്റൊരു ഷോറൂമിലില്ലാത്ത അത്ര ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടാവും. മാത്രമല്ല റോയൽറ്റി പ്രോഗ്രാംസ്, ഗിഫ്റ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവരോടൊക്കെ കിട്ടുന്ന പോയിന്റുകൾ റിഡംഷൻ ചെയ്ത് നമുക്ക് ഇവിടുന്ന് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല മിക്സി ഒക്കെ നല്ല ഓഫർ പ്രൈസിൽ ഉണ്ട്. അത് വാങ്ങിക്കാനാ പോണത്. കുറച്ചധികം പാത്രങ്ങൾ മസിൽ പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? നോക്കൂ സൽമാൻ ഖാൻ, നമ്മള് പാത്രം നല്ല പാത്രങ്ങളാണെങ്കിൽ വാങ്ങും. നല്ല പാത്രം നല്ല ഓഫറിലാണ്. നല്ല അടിപൊളി പാത്രമാണെങ്കിൽ മാത്രം കുറച്ച് എക്സ്ക്ലൂസീവ് ഓഫർ ഇവിടെ കളിക്കുന്നു. ഓണത്തിന് നല്ല ഓഫേഴ്സ് ഉണ്ട്. ഈ റോഡാണ് നമ്മുടെ പാലക്കാട് ടൗണിലുള്ള സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഇല്ലേ, അവിടുന്ന് കുന്നത്തൂർമേട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വാലിപ്പറമ്പ് റോഡുണ്ട്. ഈ റോഡിലാണ് കേട്ടോ നമ്മുടെ പ്രസ്റ്റീജിന്റെ ഈ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം ഉള്ളത്. സ്റ്റേഡിയം ബൈപ്പാസ് റോഡിന്റെ സമീപത്തിന്റെ സമാന്തരമായിട്ടുള്ള ഷോർട്ട് കട്ട് റോഡാണ് കേട്ടോ ഈ ഒരു വാലിപ്പറമ്പ് റോഡ്. ഇനിയിപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് പാലക്കാട് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിന്റെ ലൊക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഷോപ്പിൽ വന്നിട്ട് ഇവിടുത്തെ പ്രസ്റ്റീജിന്റെ പ്രോഡക്ട്സും അതിന്റെ ഓഫേഴ്സും ഫ്രീ ഉള്ളതൊക്കെ കണ്ടപ്പോഴേ ആകെ വണ്ടടിച്ച് പോയിട്ടോ. കാരണം ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പാലക്കാട് ഒരേ ഒരു എക്സ്ക്ലൂസീവ് പ്രസ്റ്റീജിന്റെ ഷോറൂം ഇത് മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ എപ്പോഴും ഭയങ്കര ഓഫേഴ്സ് ആണെന്നൊക്കെ. അതിന്റെ കൂടെ പൊന്നോണം ഓഫേഴ്സും കൂടി ആയപ്പം ഒരു രക്ഷയില്ല. എന്തുമാത്രം ഓഫേഴ്സ് ആണെന്നറിയോ? ഓരോ സാധനത്തിനും കൂടി ഓരോന്ന് ഫ്രീയാ. പിന്നെ ഇവിടെ നമ്മുടെ ഇലക്ട്രിക് ചെമ്മിനും ഗ്യാസ് സ്റ്റോവിനൊക്കെ ഭയങ്കര നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഒരു വീടൊക്കെ ഇരിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ല എല്ലാ ക്വാളിറ്റി ഇല്ല. പ്രസ്റ്റീജിന്റെ ക്വാളിറ്റിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്രയോ വർഷങ്ങളായിട്ടുള്ളൊരു ബ്രാൻഡ് അല്ലേ. അപ്പം ഇത് നേരിട്ട് വന്ന് കണ്ടപ്പം ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാലോ. ഇത് ഗ്രാനൈറ്റ് കോട്ടിംഗ് ഉള്ള ഫ്രൈ പാൻ ആണോ? ഇത് ഡ്യൂറാസ്റ്റോൺ ആണ്. 6 ലെയർ കോട്ടിംഗ് വരുന്നതാണ്. ആണല്ലേ? നമുക്ക് മെറ്റൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. മെറ്റൽ ഫ്രീ ആണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് ഇങ്ങനത്തെ കോട്ടിംഗ് ഒന്നും ഇല്ലല്ലേ? ഇല്ല, കോട്ടിംഗ് ടെഫ്ലോൺ കോട്ടിംഗ്. ടെഫ്ലോൺ കോട്ടിംഗ് ഇല്ലാത്ത ഫ്രൈ പാൻ. ഫ്രീ ഉള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം ഇതിങ്ങനെ 3 സെറ്റ് ആണല്ലേ? എല്ലാത്തിനും ഇതുപോലെ ഗ്ലാസ് ലിഡ്സ് ഉണ്ട്. ഇതുപോലെ ഇത് 3 വാങ്ങിക്കുമ്പോൾ ഇതാ ഇവിടെ വീണ്ടും ഒരു കുക്കർ ഫ്രീ ഉണ്ട് കേട്ടോ. ഇത് എത്ര ലിറ്ററിന്റെ? സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കുക്കറുണ്ട് 3 ലിറ്ററിന്റെ. അത് ഫ്രീ ആണ് ഇതിന്റെ കൂടെ. ഇതിന് ഇൻഡക്ഷൻ കുക്കറും ഉണ്ട്. ഈ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കായിരുന്നല്ലേ? പ്രസ്റ്റീജിന്റെ ഇൻഡക്ഷൻ കുക്കർ ഈ ഇൻഡക്ഷൻ കുക്കറിന്റെ കൂടെയോ? നന്നായിട്ട് കാണാൻ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടാ. ഈ 3 സെറ്റ് പാത്രങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഫ്രെയിം പാൻ ഉണ്ട്, ദോശ പാൻ ഉണ്ട് ഇവിടെ, കടായി. 3 പാത്രങ്ങളുടെ കൂടെ ഫ്രീ ആണ് കേട്ടോ. ഇത് ഇൻഡക്ഷൻ ബേസ്ഡ് ആയിരിക്കും അല്ലേ? ഇതൊക്കെ ഓണത്തിനുള്ള സ്പെഷ്യൽ ഓഫർ ആണോ? ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ. എത്ര ദിവസം വരെ ഉണ്ടാവുന്നുണ്ടോ? സെപ്റ്റംബർ 30. ഇതൊക്കെ സെപ്റ്റംബർ 30 വരെയാണ് കേട്ടോ. നമ്മുടെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് പാലക്കാടില് അല്ലേ? പാലക്കാടിലെ ഏക സ്ഥാപനമാണ് പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് ഷോപ്പാണ്. അതുകൊണ്ട് ഓണത്തിന്റെ എല്ലാം ബാക്കിയുള്ള എല്ലാ ഓഫേഴ്സും ഇവിടെ എപ്പോഴും ഉണ്ടാവും അല്ലേ? ഇനി സാധനം മേടിച്ചത്
പിന്നെ ഇലക്ട്രിക് പ്രസ്റ്റീജിന്റെ ഇലക്ട്രിക് ചിമ്മിനിയാണ് കേട്ടോ. ഈ ഇലക്ട്രിക് ചിമ്മിനി വാങ്ങിക്കുമ്പോൾ നോക്കിയാൽ അടിപൊളി ഒരു 3 ബർണറുള്ള ഗ്ലാസ് ടോപ്പ് അല്ലേ? ഗ്ലാസ് ടോപ്പ് ആണ്. ഫ്രീ ആണ് ഇത്. ഫ്രീ ഇതിന്റെ കൂടെ ഫ്രീ ആണ് കേട്ടോ. നറുക്കെടുപ്പിലൂടെ നല്ലത് വാങ്ങിക്കുമ്പോൾ ഇത് ഫ്രീ ആണ്. നമുക്ക് ഈസി ക്ലീനിങ്. ഓ അങ്ങോട്ട് നോക്കിയാ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുണ്ടോ? അത് അടിപൊളി. 5 years വാറണ്ടി ഉള്ള ഗ്ലാസ് ടോപ്പ് സ്റ്റൗ ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് അല്ലേ ഇത്? ഓട്ടോമാറ്റിക് ആണ്. ചിമ്മിനി നമുക്ക് സെൻസർ ആണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേവ് ചെയ്താൽ മതി. ഓപ്പൺ ആവുന്നുണ്ട്. ഓ അങ്ങനെയാണല്ലേ. ആഹാ അടിപൊളി. മൊത്തം ഇങ്ങനെ ആക്കണം അല്ലേ? ആഹാ ഓ ഇങ്ങനെ വീട്ടിൽ കൊടുത്താൽ മാത്രം മതി. ഇത് ശരിക്കും ഓണത്തിന് മാത്രമേ ഓഫർ? പെട്ടെന്ന് തന്നെ വന്നോളൂ കേട്ടോ. ഇപ്പോഴും സെപ്റ്റംബർ 30 വരെ ഈ ഓഫറുള്ളൂ. ഈ സ്റ്റൗവ് അടിപൊളി കിട്ടുന്നു. പിന്നെ അതാ വേറൊരു ഗ്യാസ് സ്റ്റവ് കൂടി. ഇതും സ്വച്ഛാണ് കേട്ടോ. ഞാനിപ്പോഴാണ് അങ്ങനെ ഒരു ടേം ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയത്. ഇങ്ങനെ ഈസി ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മൊത്തം എടുത്ത് വൃത്തിയാക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് കേട്ടോ ഇവിടെ സ്വച്ച് എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഗ്യാസ് ഇത് വാങ്ങിക്കുമ്പോൾ ഇത്രയും പാത്രങ്ങൾ ഫ്രീ ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ടെഫ്ലോൺ കോട്ടിങ് ഇല്ലാത്തതല്ലേ? ഇത് ഗ്രാനൈറ്റ് ഫിനിഷ് ആണോ? ഇത് ഗ്രാനൈറ്റ് ഫിനിഷ് ആണ്. ഇങ്ങനത്തെ പുറത്തും ഗ്രാനൈറ്റ് കഴുകാനൊക്കെ എളുപ്പമാണ്. ഒട്ടി പിടിക്കൂല. ഇതാ ഫ്രൈ പാൻ ഉണ്ട്, ഇതുപോലെ ദോശ പാൻ ഉണ്ട്, കടായി ഉണ്ട്, കുക്കർ സ്റ്റെയിൻലെസ് സ്റ്റീൽ 3 ലിറ്റേഴ്സിന്റെ കുക്കർ. ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതല്ലേ? ഓക്കെ. ഈ ഒരു സ്റ്റവ് ഇതും 3 ബർണർ സ്റ്റവ് തന്നെയാണ്. വീണ്ടും അതുപോലത്തെ സ്വച്ഛ ഇതുപോലെ ഇത് ഇഡ്ഡലി കുക്കർ അല്ലേ? ഇഡ്ഡലി കുക്കർ ഉണ്ട്. 3 ലിറ്ററിന്റെ ഇതാ ഈ കുക്കർ. അതായത് നല്ല 3 ലെയർ ഫുൾ തിക്നെസ് വരുന്ന. നല്ല കട്ടിയുള്ളതായിരിക്കും. അതൊന്നും പിടിക്കില്ല. ഓക്കെ. ഇത് ഇതിന്റെ കൂടെ ഫ്രീ ആണ്. 6 ലെയർ ഇട്ടിട്ടാണ്. 6 ലെയേഴ്സ് ഉണ്ട് അല്ലേ? ഇതൊക്കെ ഓണം ഓഫറിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ സെപ്റ്റംബർ 30 വരെയുള്ളൂ കേട്ടോ. എത്രയും പെട്ടെന്ന് നമ്മുടെ പാലക്കാടുള്ള പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് ഷോപ്പിലേക്ക് വന്നോളൂ. ഇതെല്ലാം അടിപൊളി ഓഫേഴ്സ് ഒക്കെ തീർന്നതിന്റെ മുന്നേ. പിന്നെ എന്തൊക്കെയല്ലേ? ഇനി നമുക്ക് കെറ്റില്. ഇത് വാക്യൂം ക്ലീനറാണ്. വാക്യൂം ക്ലീനറിന്റെ ബോഡി മാത്രമല്ലേ? പിന്നെ നമുക്ക് 1265 കെറ്റിലാണ് കേട്ടോ. പക്ഷെ ഓണം ഓഫർ ആയിട്ട് 599 ഇപ്പോൾ ഉള്ളത്. 1110 അപ്പച്ചട്ടിയാണ് കേട്ടോ. ഇപ്പൊ ഇത് 599. നല്ല കട്ടിയുണ്ട്. ഇതെന്ത് മെറ്റീരിയലോ? ഇത് നോൺ സ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ്. നല്ല കട്ടിയുള്ള അപ്പച്ചട്ടി. ഓ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള 3 ലെയർ. ഇതിങ്ങനെ സെറ്റ് ആണോ സിംഗിൾ പീസ്? സിംഗിൾ പീസ് ആയിട്ടാണ്. ഇതിന്റെ എല്ലാ സൈസിലും ഉള്ളതുണ്ട് കേട്ടോ. എല്ലാത്തിനും ഗ്ലാസ് ലിഡ്സ് ഉള്ളതുകൊണ്ട്. പിന്നെ ഇത് സ്റ്റൈൻലെസ് സ്റ്റീലാണ്. അതിന്റെ ലിഡ്സും അതുപോലെയാണ് വരുന്നത്. കട്ടിയുള്ള പാത്രം നല്ല വെയിറ്റ് ഉണ്ട്. അടിയിൽ പിടിക്കുള്ളതുണ്ടല്ലേ? ഇല്ല, അടി പിടിക്കില്ല. ഓണസദ്യ ഉണ്ടാക്കുന്ന അവിയലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനത്തെ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ. പഴമയിലേക്ക് തിരിച്ചു പോകാൻ പെട്ടെന്ന് കിട്ടില്ല കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? അടിപൊളി. ഇത് അപ്പച്ചട്ടി ഉണ്ട്, പിന്നെ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. ഫ്രൈ ചെയ്യാം, ഡീപ് ഫ്രൈയും ചെയ്യാം, ഗ്രില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാ ദോശ നല്ല നെയ്റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ? നമുക്ക് സീസൺ ചെയ്യണ്ട. അതായത് നമുക്ക് കുക്ക് ചെയ്യാം. ജസ്റ്റ് വാഷ് ചെയ്തിട്ട് തന്നെ കുക്ക് ചെയ്യാൻ പറ്റും. സീസൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? നല്ല അടിപൊളി. കാസ്റ്റിക് അയണിലാണ് കേട്ടോ ഈ പാത്രങ്ങൾ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ ഈ ഒരു ഗ്രിൽ പാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മിക്സി, അതായത് ഫുഡ് പ്രോസസർ. പിന്നെ ഈ ഫുഡ് പ്രോസസർ പറയുമ്പോൾ നമുക്ക് ഇതിൽ ചപ്പാത്തി മാവൊക്കെ അങ്ങനെയൊക്കെ പറ്റില്ല അല്ലേ? ഇതിന്റെ കൂടെ നമ്മൾ സാധാരണ മിക്സിന്റെ ജാർസും ഉണ്ട് അല്ലേ? എല്ലാ ചെറുതും ഇത് ചെറുതുണ്ടെങ്കിൽ 2 കുരുമുളക് ഇട്ടാലും നമുക്ക് പൊടിക്കാൻ പറ്റുന്നല്ലേ? കുറച്ചിട്ടാൽ പോലും പൊടിക്കാൻ പറ്റുന്നല്ലേ? 2 മണിയാണെങ്കിൽ പോലും പൊടിച്ചു തരുന്നു അല്ലേ? പിന്നെ ഇത്രയും ജാർസ് ഇല്ലേ ഇതിന്റെ കൂടെ? ഇത് ജ്യൂസറാണ് അല്ലേ? ജ്യൂസർ വരുന്നുണ്ട്. ഓക്കെ. അങ്ങനെ നമ്മൾ സാധാരണ മറ്റു ജാറ് ഇതിലാണ് നമ്മൾ മാവൊക്കെ കുഴക്കുന്നതൊക്കെ ചപ്പാത്തി മാവൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കാലോ അല്ലേ? അങ്ങനെ ഫുഡ് പ്രോസസർ ഉണ്ട്. പിന്നെ അതിന്റെ ബ്ലേഡ്സ് ആണല്ലേ ഇതൊക്കെ? സ്ലൈസിങ് പലതരം ചോപ്പർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതാ പലതരം ബ്ലേഡുകൾ ഉണ്ട് അതിന്റെ. ഓക്കെ. അപ്പൊ ഈ ഒരു ഫുഡ് പ്രോസസർ
മിക്സർ ഗ്രൈൻഡറും രണ്ടും കൂടി ഒന്നിച്ചിട്ടുള്ളതാണ്. ഇത് വാങ്ങിക്കുമ്പോൾ ഇതാ നമ്മളുടെ ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ ഫ്രീ ആണ് കേട്ടോ. 1000 വാട്ട്സിന്റെ 6 ജാർ 3 ജാർ 4 ജാറിന് ഇത് ഫ്രീ. അതിന്റെ കൂടെ ഇത് ഫ്രീ ആണല്ലേ? അത് ഏതൊക്കെയായിരുന്നു? ഇതാണോ അതിന്റെ ജാർസ്? അതെ അതെ. ഓക്കെ, ഇത്രയും ഇതൊക്കെ ഉള്ളത് അല്ലേ? ഇതിൽ നമുക്ക് ചപ്പാത്തി മാവ് കൊടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിന്റെ കൂടെ ഇത് ഫ്രീ ആണ് കേട്ടോ. 1000 വാട്ട്സ് ആണ്. 1000 വാട്ട്സ്. ഈ മിക്സർ ഇതല്ലേ മിക്സർ ഗ്രൈൻഡർ അല്ലേ? 1000 വാട്ട്സ് ആണ്. ഓക്കെ, അതിന്റെ കൂടെ ഫ്രീ ഉണ്ട് കേട്ടോ. ഇതിന്റെ 3 ജാറും 4 ജാറും ഒക്കെ അവൈലബിൾ. ഇത് 6 ജാർസിന്റെ ആണ് അല്ലേ? അതേപോലെ 4 ജാർസ് ഉള്ള മിക്സർ ഗ്രൈൻഡർ ഉണ്ട് കേട്ടോ. 4 ജാർസിന്റെ കൂടെ ഇത് ഫ്രീ ആണോ? 3 ജാറിന്റെ ഒപ്പം ആണോ? ഓ, 3 ജാർസ് ഉള്ളത് 4 ജാർ, അതുപോലെ 6 ജാർസിന്റെ ഈ ഫുഡ് പ്രോസസറിന്റെ ഇതിനൊക്കെ കൂടെയും ഇത് ഫ്രീ ആണ് കേട്ടോ. പിന്നെ ഇതാ പ്രസ്റ്റീജിന്റെ എയർ ഫ്രയർ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാ? ഇത് 6.5 ലിറ്റേഴ്സ് ആണ്. ഓ, മൾട്ടി ഷെഫ് ആണ് എയർ ഫ്രയർ. പുതിയ മോഡൽ. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇത് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം, ഹീറ്റ് ചെയ്യാം, നമുക്ക് റീഹീറ്റ് ചെയ്യാം. മിനി ഓവൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാം. മിനി ഓവൻ വരെ യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കണമെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു എയർ ഫ്രയർ. 6.5 ലിറ്റേഴ്സ് ആണ്. അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. 6.5 ഉണ്ടല്ലേ? ഓക്കെ, ചിക്കൻ ചൂടാൻ പറ്റും. ചിക്കൻ ചൂടാൻ പറ്റും അല്ലേ? നമ്മുടെ എയർ ഫ്രയറിലുള്ള എല്ലാ ഉപയോഗം നടക്കും ചെയ്യും കേട്ടോ. എന്നാൽ ഒരു മൈക്രോവേവിന്റെ ഉപയോഗം നടക്കും അല്ലേ? ഒന്ന് ചൂടാക്കി എടുക്കാനൊക്കെ പറ്റുന്ന, ബേക്ക് ചെയ്യാം, കേക്കും ഒക്കെ നമുക്ക് ബേക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന എയർ ഫ്രയർ ആണ് കേട്ടോ. വാഷ് ചെയ്യാൻ സുഖാണല്ലേ? ഇങ്ങനെ വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് ഇൻഫ്രാറെഡ് ആണ്. അതായത് നമുക്ക് സാധാരണ ഇൻഡക്ഷൻ കുക്കറിൽ നമുക്ക് ഇൻഡക്ഷൻ ബേസ് ആയിട്ട് എല്ലാ പാത്രവും പറ്റില്ല. പക്ഷെ ഇതിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാ പാത്രവും അലുമിനിയം, ക്ലേ പോട്ട്സ് വരെ നമുക്ക് വെക്കാൻ പറ്റും. ആണോ? അതായത് നമ്മൾ സാധാരണ മണ്ണിന്റെ പാത്രം, എന്ത് വേണമെങ്കിലും മണ്ണിന്റെ പാത്രങ്ങൾ വരെ വെക്കാൻ പറ്റുന്ന ഇൻഡക്ഷൻ കുക്കറാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പൊ ഇത് ഇൻഫ്രാറെഡ് ആണോ ഇതിൽ വർക്ക്? ഇൻഫ്രാറെഡ് ആണ് അതിന്റെ. അതുകൊണ്ട് ഏത് പാത്രമാണെന്നുണ്ടെങ്കിലും ഇതിന്റെ മേലെ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. ഇത് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇത് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് ചിക്കൻ ചൂടാനുള്ള ഗ്രില്ലുണ്ട് അല്ലേ? ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. ഗ്രിൽ പാൻ ആണോ? ഗ്രിൽ പാൻ ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ ഇതിന്റെ കൂടെ. അതും ഇതിന്റെ പോലെ ഞാൻ പറഞ്ഞില്ല എല്ലാ പാത്രങ്ങളും വെക്കാൻ പറ്റും. ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ചൂടാനൊക്കെ പറ്റും അല്ലേ? സെറാമിക്കിന്റെ കുക്ക്വെയർസ് ഒക്കെ അല്ലേ? ഇതെല്ലാം കുക്ക്വെയർ ആണ് കേട്ടോ. ഇതൊരു ബ്ലൂ കളർ, നല്ല രസമുണ്ട്. പ്രസ്റ്റീജ് 6 ലെയർ കോട്ടിംഗ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതും അങ്ങനെയല്ലേ? അതല്ലേ? ഇതാണ് 6 ലെയേഴ്സ് കോട്ടിങ് വരുന്നത് അല്ലേ? ഇത് കണ്ടോ, 6 ലെയേഴ്സ് കോട്ടിങ് വരുന്ന പാത്രങ്ങളാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അതായത് ഇതിൽ എന്ത് കുക്ക് ചെയ്താലും അടിയിൽ പിടിക്കാണ്ട് കണ്ടോ. നമുക്ക് മെറ്റൽ സ്പൂൺ ഫ്രണ്ട്ലി ആണ്. മെറ്റൽ സ്പൂൺ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അതിനായിട്ടുള്ളൊരു തവ തന്നെ വേണ്ട അല്ലേ? ഇതിലുണ്ടോ ഇതിന്റെ ഒരു 6 ലെയേഴ്സ് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇതിന്റെ കോട്ടിംഗ് ഒന്നും പോരില്ല. ടെഫ്ലോൺ കോട്ടിംഗ് ഒന്നും അല്ലല്ലോ. സ്റ്റീലിന്റെ സ്പൂൺ വെച്ചിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ? ചട്ടകം കുറച്ച് റഫ് യൂസ് ചെയ്താലും പ്രശ്നമില്ല. കിച്ചണിലൊക്കെ റാക്കിലൊക്കെ എന്ത് വെച്ചാൽ എടുക്കാനുള്ള ആഗ്രഹം. ഓക്കെ, ഇങ്ങനെ വെക്കാനേ പറ്റുള്ളൂ അല്ലേ? പിന്നെ ഈ അടിപൊളി ഓഫേഴ്സും ഫ്രീകളും ഒന്നും കൂടാതെ വേറൊരു സൂപ്പർ കോൺടെസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്റ്റീജിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊടുത്തിട്ടുള്ള AR ഫിൽറ്റർ ഉപയോഗിച്ച് നമുക്ക് പ്രസ്റ്റീജിന്റെ ഷോറൂമിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ കൂടെയുള്ള ഫോട്ടോയോ വീഡിയോയോ സ്റ്റാറ്റസോ സ്റ്റോറിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അതായത് ഓണം ഇൻ മൈ കിച്ചൺ എന്നോ അല്ലെങ്കിൽ ഓണം വിത്ത് പ്രസ്റ്റീജ് എന്നോ ഹാഷ്ടാഗോട് കൂടി വേണം പോസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനും എക്സ്ട്രാ 200 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് വൗച്ചർ കിട്ടും കേട്ടോ. അത് നമുക്ക് December 30th വരെ വാലിഡിറ്റി ഉണ്ട്. പിന്നെ കൂടാതെ 3 മോസ്റ്റ് എൻഗേജിംഗ് പോസ്റ്റേഴ്സിന് പ്രസ്റ്റീജ് നൽകുന്ന നല്ല അടിപൊളി സമ്മാനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കിഡിലൻ ഓഫേഴ്സും സമ്മാനങ്ങളൊന്നും ആരും മിസ് ചെയ്യണ്ട. അപ്പൊ ഇത് നമ്മുടെ പാലക്കാടുള്ള ഒരേ ഒരു പ്രസ്റ്റീജിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇവിടുത്തെ ഡയറക്ഷന്റെ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓണസദ്യ ഉണ്ടാക്കാനുള്ള കുറെ കുക്ക് വെയർസ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നല്ല പ്രസ്റ്റീജിന്റെ കിഡിലൻ ഓണം സദ്യ ഉണ്ടാക്കണം. നല്ല ചായക്കട കാണുന്ന നിർത്തണേ ഗൈസ്.